അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്കൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് വല്ല നിയമമാണ്? എന്നിൽ നല്ലൊരാളുണ്ട്, അതിനെ ഇല്ലാണ്ടാക്കാനായിട്ട് പലരും എൻ്റെ വീട്ടിൽ വന്നു. എന്നാരും വിളിക്കാറില്ല ജഡ്ജായിട്ട്. ഈ ഉള്ളത് പറഞ്ഞാൽ കഞ്ഞിയില്ല എന്ന് കേട്ടിട്ടില്ലേ? ഉള്ളത് ചെയ്യണവർക്കൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഇനി യോഗമില്ല, ഒന്നിനുമില്ല. അതപ്പോൾ നാട്ടു നടപ്പായി. ഇഷ്ടമുള്ള ഗായകൻ ആരാണ്, അല്ലെ ഗായിക? അതൊന്നും ഞാൻ പറയില്ലേ, അടുത്ത വിവാദം. സത്യഭാമ ടീച്ചർ ഒരു ക്രിമിനലാണോ? എന്തിന്? ഞാൻ മോഷ്ടിച്ചാ? എന്നെ റെയ്ഡ് നടത്തി വല്ല ലോഡ്ജിൽ നിന്ന് പിടിച്ചാ? എന്നോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഇതാണാ പറയാ എന്നെ ക്രിമിനലാ? നമസ്കാരം. ഒരൊറ്റ വീഡിയോ മതി നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയാൻ. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കാനും അതുപോലെ തന്നെ താഴെയിട്ട് വലിച്ചു കീറി ഒട്ടിക്കാനും സോഷ്യൽ മീഡിയയ്ക്കാകും. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിലൂടെ വിവാദങ്ങളുടെ ചുഴിയിലകപ്പെട്ട സത്യഭാമ ടീച്ചറാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഈ വിവാദങ്ങളിൽ തളർന്നു. എന്നെ സംബന്ധിച്ച് കോടികൾ കൊടുത്താൽ പോലും ഇത്ര ഒരു പരസ്യം കിട്ടൂല. അത്ര ഒരു പരസ്യമായി എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു ആർട്ടിസ്റ്റ് എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ജനങ്ങൾ കാണേണ്ടതും പരസ്യമില്ല, അല്ലെങ്കിൽ അവരറിയപ്പെടുന്നില്ല. ഒരു പ്രോഗ്രാം തന്നെ ചോദിച്ചിട്ട് നമ്മൾ വല്ലയിടത്തും കൊടുക്കുമ്പോൾ അവരാരാ, ഇവരെ കേട്ടിട്ടില്ലോ എന്ന് ഇനി പറയേണ്ടതായിട്ട് വരില്ലല്ലോ. ഉറപ്പായിട്ട് നല്ല പരസ്യമായി. തളർന്നിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചും കൂടെ ഊർജ്ജമായിട്ട് എൻ്റെ യാത്ര, ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. എൻ്റെ യാത്ര മുന്നോട്ടാണ്. ഈ പറഞ്ഞതുപോലെ ടീച്ചറുടെ ഒരു ഇൻ്റർവ്യൂ ആണ് വൈറലായത്. അതിൽ പറഞ്ഞൊരു ഇത് നമ്മളിൽ കടക്കുന്നില്ല, അത് കേസ് നടക്കുകയാണ് അതിൽ. പക്ഷേ സത്യഭാമ ടീച്ചർ ഇപ്പോൾ എന്നിലേക്ക് ഞാൻ എത്താനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കലോത്സവം തുടങ്ങുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം അനന്തപുരിയിൽ അരങ്ങുണരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഒരു നൃത്ത അധ്യാപികയാണ്. എന്ത് തോന്നുന്നു കലോത്സവം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ? അങ്ങനെ അത് പ്രത്യേകിച്ച് നമ്മൾ ഓരോ വർഷം ഓരോ ജില്ല അവർ സജസ്റ്റ് ചെയ്യുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേറ്റ് കഴിഞ്ഞ വർഷം എവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട് അടുത്ത വർഷം ഇന്ന സ്ഥലത്താണെന്ന്. ഒരു പരിധി വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ജില്ല പറഞ്ഞിട്ടുണ്ടോയെന്ന് നമ്മളവിടെ പോയിട്ടില്ല. ഞാനിപ്പോൾ ഈ മത്സരങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് വിടുന്നതല്ലാതെ അതിൻ്റെ കൂടെ പോകാറില്ല. കാരണം CD ആക്കി. CD-യുടെ കൂടെ പോയിട്ട് നമ്മളെന്തിനാ ഇതിൻ്റെ പുറകെ പോയി അവിടെ പോയി നിൽക്കുന്നത്? പിന്നെ നമുക്ക് CD-യുടെ കൂടെ ഞാൻ ഇത്തിരി പ്രതികരിക്കുന്ന ആളാണ്, സത്യമല്ല എന്ന് കണ്ട പ്രതികരിക്കുന്ന ആളാണ്. അപ്പോൾ ജഡ്ജസിനെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പരാതിയുള്ള ആളാണ്. പല ദിക്കിലും എല്ലാവർക്കും പരാതിയുണ്ട്. അപ്പോൾ പ്രൈസ് കിട്ടുന്നവർക്ക് പരാതി കാണൂല. എനിക്ക് കിട്ടാത്തതുകൊണ്ടൊന്നുമില്ല, എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റി തലത്തിലും സ്കൂൾ തലത്തിലൊക്കെ ശരിക്കും മേടിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അപ്പോൾ ഈ CD-യുടെ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന 3 ജഡ്ജസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ കളിക്കുന്ന കുട്ടിയുടെ സ്റ്റാൻഡേർഡ് കൂടി ഇല്ലാത്തവരായിരിക്കും, പ്രതികരിച്ചു പോകും. ഞാൻ ചീപ്പൊക്കെ തലയിലും വെച്ചിട്ട് അവരുടെ അടുത്ത് ചെന്ന് വഴക്ക്. ചീപ്പെന്ന് പറഞ്ഞാൽ കുട്ടികളെ മുടിയൊക്കെ ഈരി കെട്ടി എല്ലാം റെഡിയാക്കുമ്പോൾ അറിയാതെ വെച്ചിട്ട് അതും കൊണ്ടിട്ട് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ്. സത്യമല്ലാതെ കാണുമ്പോൾ പറയുന്നതാണ്. ഇത് ഒഴിവായത് സത്യം പറഞ്ഞാൽ CD വന്നതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ കുട്ടികൾ എന്നിട്ട് മേടിക്കുന്നുണ്ട്. അപ്പോൾ CD ആയപ്പോഴും ഒരു പരിധി വരെ ചില ജഡ്ജസ് ഇപ്പോൾ കോഴക്കേസിൽ ചിലരൊക്കെ ജയിലിൽ കിടന്നുണ്ട്. പിന്നെ ഇപ്പോഴും എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഇപ്പം ലീക്കായിട്ടുള്ള ഒരു 4 പേര് ഒരേ ലൈനിൽ നിൽക്കുക. എന്നിട്ട് ഒരാൾ സംസാരിക്കുക, നീ അവിടെ പോയി ഇരിക്കണം, ഇരുന്നിട്ട് നീ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ലീക്കായിട്ടുണ്ട് പല ദിക്കിലിവിടെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ ഒരു മാസം കൊണ്ട്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകണ്ടല്ലോ. കുട്ടികളോട് പറയും, കളിക്കുക, നല്ലപോലെ കളിക്കുക, പോരുക. അപ്പോൾ ഇത് ജതിയുണ്ട്. ജതി സാഹിത്യം കഴിഞ്ഞിട്ട് ജതി വരും ഭരതനാട്യത്തിലെ. അപ്പം എന്താ പറഞ്ഞാൽ വർണ്ണമാണ് അധികം എല്ലാവരും കളിക്കാൻ സമ്മതിക്കുള്ളൂ. ഇതും ജഡ്ജസിൻ്റെ വിവരക്കേടെന്നേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരേണ്ട സാധനമാണ്. ഇതിന് സത്യം പറഞ്ഞ ഒരു സിലബസ് ഉണ്ട് ഭരതനാട്യത്തിന്. മോഹിനിയാട്ടത്തിനും കുച്ചിപ്പുടിക്കൊക്കെ ഉണ്ട് അതിൻ്റേതായ ഒരു കച്ചേരി ശൈലിയിലുള്ള ഒരു സിലബസ് ഉണ്ട്. ഇതിൽ വർണ്ണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മേജർ ഐറ്റമാണ്. വർണ്ണമാണ് മേജർ. അത് സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ ചെയ്യുന്നവരുണ്ട് ഒരു വർണ്ണം, 3/4 മണിക്കൂർ ചെയ്യുന്നവരുണ്ട്, 1.5 മണിക്കൂർ നമുക്ക് ചെയ്യാം. അതെങ്ങനെ 1.5 മണിക്കൂർ ഒരു ഐറ്റം ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഐശ്വര്യയ്ക്ക് സംശയം ഉണ്ടാവും. ഒരു കൃഷ്ണൻ്റെ വരിയുള്ള പാട്ടെടുക്കുന്നവർക്ക് വലിയ കൃഷ്ണനാണെങ്കിൽ ഗീതോപദേശം, പാഞ്ചാലി വസ്ത്രാക്ഷേപം, അങ്ങനെ വലിയ കൃഷ്ണൻ്റെ കഥകൾ എല്ലാം അതിനകത്ത് നമുക്ക് ആ വരി അനുസരിച്ച് അതിനകത്ത് കുത്തിക്കയറ്റാം. ചെറിയ കൃഷ്ണനാണെങ്കിൽ
കൃഷ്ണൻ വെണ്ണ മോഷ്ടിക്കുന്നതും കൊച്ചു കൊച്ചു കൃഷ്ണൻ്റെ കഥകളെല്ലാം. അപ്പോൾ ഈ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വലിയ കഥകളാണ്. അതതിനകത്ത് നമ്മൾ അഭിനയിക്കുമ്പോൾ എത്ര സമയം എടുക്കും. അങ്ങനെയാണ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെല്ലാം 1 മണിക്കൂറോ 1.25 മണിക്കൂറൊക്കെ ഒരു വർണ്ണം ചെയ്യും. അത്ര ദൈർഘ്യമുള്ള നീളമുള്ള ഐറ്റമാണ് വർണ്ണം. ഇതിനെ ക്യാപ്സ്യൂള് പോലെ ആക്കിയിട്ടാണ് ഈ 9:45 9:55 ആകുമ്പോൾ കർട്ടൻ ഇടും, അല്ലെങ്കിൽ 10 മിനിറ്റായ കർട്ടൻ ഇടും മത്സരത്തിന്. ഇത് കളിച്ചാലേ പറ്റൂ ഇവിടുത്തെ ജഡ്ജസ്. ഞാൻ അങ്ങനെയല്ല. നല്ലൊരു ഗണപതി സ്തുതി ഒരു കുട്ടി കളിക്കുകയാണ്. ഗണപതി സ്തുതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അലാരിപ്പ്, നൃത്താഞ്ജലി, പല പല പേരുകളുണ്ട്. പക്ഷേ ഗണപതി സ്തുതി ലേറ്റസ്റ്റാണ്. ഗണപതിക്ക് വെക്കണം എന്നാണല്ലോ നമ്മളെപ്പോഴും പറയുക. ഒരു ഗണപതി സ്തുതി കളിച്ച ഒരു കുട്ടിക്ക് ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതല്ല, ഒരു PNDയുടെ ഒരു ഓൾ ഇന്ത്യ ഒരു മത്സരം വന്നപ്പോൾ എന്നെ വിളിച്ചു. എന്നിട്ട് ഇവിടെ ഭയങ്കര വർണ്ണത്തിൻ്റെ തകർത്ത് കളിക്കുക എല്ലാവരും. അപ്പോൾ അവിടുത്തെ റൂളെന്ന് പറഞ്ഞാൽ CD ആവാം, അതേപോലെ ലൈവും ആവാം, ഓർക്കസ്ട്ര രണ്ടും. ഏതിന് ആയാലും നിങ്ങൾക്ക് കൊടുക്കാം. നമുക്കൊരു ഇത് തരും. ഞാൻ നോക്കിയപ്പോൾ ഒരു കുട്ടി മദ്രാസിൽ നിന്ന് വന്ന് കളിക്കുക. അടിപൊളിയായിട്ടൊരു ഗണപതി കളിച്ചാൽ കൊടുത്തു പോവില്ലേ നമ്മൾ. എന്നിട്ട് പറയണേ വർണ്ണം കളിച്ചാൽ കുട്ടിക്ക് കൊടുത്തില്ല എന്ന്. അത് കൊടുക്കാം. എന്നെ വിളിക്കാറില്ല, എന്നാരും വിളിക്കാറില്ല ജഡ്ജായിട്ട്. ഈ ഉള്ളത് പറഞ്ഞാൽ കഞ്ഞിയില്ല എന്ന് കേട്ടിട്ടില്ലേ? ഉള്ളത് ചെയ്യണവർക്കൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഇനി യോഗമില്ല, ഒന്നിനുമില്ല. അത് നാട്ടു നടപ്പായി. നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഇപ്പോൾ 67 തികയുന്ന ഒരു സത്യഭാമ ടീച്ചറാണ്. ഒരു സംശയമാണ്, ഈ സത്യഭാമ എന്ന പേര് ആരാ ഇട്ടത്? സത്യഭാമ എന്ന് പറഞ്ഞാൽ സത്രാജിത്ത് മഹാരാജാവിൻ്റെ ഒരേ ഒരു പുത്രി സത്യഭാമ. അതീവ സുന്ദരിയായിരുന്നു, അതിലുപരി അഹങ്കാരിയായിരുന്നു എന്നാണ് പുരാണത്തിൽ. ദീർഘദൃഷ്ടിയോടെ ആ പേര്. അതാ സത്യം. ഇത് പുരാണത്തിലുള്ളതാ, ഞാൻ പറഞ്ഞല്ല. ഒരു മഹാരാജാവിൻ്റെ പുത്രിയാണ്. അതല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ 2ാമത്തെ ഭാര്യയാണ്. അഹങ്കരിക്കാതിരിക്കുമോ? കുറച്ചെങ്കിലും അഹങ്കരിക്കൂലേ? ഈ സത്യഭാമ ടീച്ചർ ഒരു അഹങ്കാരിയാണോ? ഒരിക്കലുമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ, നമ്മളെന്നും, ഞാൻ അത്യാവശ്യം പാടുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ പാട്ടിൽ അഹങ്കാരം നിഴലിക്കും. ചില പാട്ടുകാരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വന്ന് നിൽക്കുമ്പോഴത്തേക്ക് മൈക്കിൽ നോക്കലും അങ്ങനെ പാട്ടായങ്ങൾ ഓർക്കസ്ട്രക്കാരെ നോക്കലും ഒരു ശൈലിയൊക്കെ കാണുമ്പോഴേ ഞാൻ വിലയിരുത്താറുണ്ട്, ഇവൻ ശരിയല്ല അല്ലെങ്കിൽ ഇവള് ശരിയല്ല. ഒരു വിനയെന്ന് പറഞ്ഞാണ്ടല്ല, ഭൂമിയോളം താഴ്ന്ന ആർട്ടിസ്റ്റ്. അപ്പോൾ ഇപ്പോൾ എന്നെ ഭാര്യ ഇവർക്കാണ് ക്ഷമ, ഇവരാണ് ഭൂമിയോളം താഴ്ന്നതെന്ന് ഇത് കേൾക്കണവർ ചിലപ്പോൾ പറയാം. എന്നിൽ നല്ലൊരാളുണ്ട്, അതിനെ ഇല്ലാണ്ടാക്കാനായിട്ട് പലരും എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഉരുളയ്ക്ക് ഉപ്പേരി സത്യഭാമ ടീച്ചർ കൊടുത്തിരിക്കും. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് അങ്ങോട്ട്. എൻ്റെ അമ്മ കുഞ്ഞിലേ പറയുന്നുണ്ട്, ഞങ്ങൾ മക്കൾ 5 പേരാ, ചോറ് വിളമ്പി തരും. ഇന്നാണ് കുട്ടികൾക്ക് വിളമ്പിയൊന്നും കൊടുക്കണ്ട, എല്ലാവരും അങ്ങനെ എല്ലാവരും എടുത്ത് കഴിക്കും, ആർക്കും ഒന്നിനും നേരമില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മ വിളമ്പി തരുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് തരും. അപ്പോൾ അമ്മ പറയും കുറച്ചുകൂടെ കഴിക്കും, 2ാമത് കഴിക്കണം. 2ാമത് എന്തിനാണ് കഴിക്കുന്നത്? മതി, ഇപ്പോൾ ഇത്ര മതി. 2ാമത് കഴിച്ചാലേ ഇങ്ങോട്ട് വല്ലതും പറയുമ്പോൾ അങ്ങോട്ട് മറുപടി പറയാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ കണ്ടിട്ട് എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചതിന് മറുപടി പറയാറെനിക്ക് 2ാമത് ഉണ്ണണം. ശരിയല്ലേ? അതാ ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2ാമത് ഒരുപാട് ഉണ്ടിട്ടുണ്ടോ? 2ാമത് അങ്ങനെ. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുണ്ട്. ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ 2ാമത് ചില ദിവസം കഴിക്കും. നല്ലൊരു കറിയൊക്കെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി കൂടി കഴിക്കുക അത് തോന്നുമല്ലോ. ഗസ്റ്റൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ വലിയ സ്റ്റൈലിലൊക്കെ കഴിക്കും കുറച്ച്. അവർ ഗസ്റ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ മീനാണ് വെച്ചിരിക്കുക, ആ മീൻ ചട്ടിയിൽ ലാസ്റ്റ് പരട്ടി ഉണ്ടെന്ന ഒരു രുചി. അതുപോലെ സാമ്പാർ വെച്ച പാത്രത്തിൽ അവസാനം സാമ്പാറൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ. അപ്പൊ സത്യഭാമ ടീച്ചർ ഈ പറഞ്ഞതുപോലെ നമ്മൾ കമന്റുകളൊക്കെ കണ്ടറിയാം, ഇങ്ങനെ മുടി അഴിച്ചിട്ട് ഇങ്ങനെ ഭദ്രകാളി പോലെ തുള്ളുന്നു, ഇത് എന്തെന്നാണ് എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. പക്ഷെ ഇങ്ങനൊരു മുഖവും ടീച്ചറിനുണ്ട് എന്നുള്ളതാണ്. വളരെ സരസമായി സംസാരിക്കുന്ന ഒരാളുണ്ട് എന്നാണ്. സത്യഭാമ ടീച്ചർ അഹങ്കാരിയാണോ? അല്ല എന്ന് പറഞ്ഞു. സത്യഭാമ ടീച്ചർ ഒരു ക്രിമിനലാണോ? ക്രിമിനലാവണതേ ഒരിക്കലും ഞാൻ ക്രിമിനലല്ല. പക്ഷേ എന്നെ അറിയാതെ ഇരിക്കുന്ന, എന്നെ ഒരു ലെവലേശം പോലും അറിയില്ല എന്നെ ക്രിമിനൽ പറഞ്ഞ പലർക്കും. ഇവർ ചില ചാനലുകളിൽ ചിലർ വന്നിരുന്നിട്ട് ഇവരുടെ ഒരു കുത്തകയാണ്. ഞങ്ങളുടെ ഡാൻസുകാരൊന്നും അങ്ങനെ ചാനലിലൊന്നും പോയി ആരും വിളിക്കാറില്ല, വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടേക്കൊക്കെ ഒരു പരിധി വരെ ഞാനാണ് പോകുന്നുള്ളൂ, എന്നെ വിളിക്കുള്ളൂ പലരും. ഞാൻ ഇനി പോവും, എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ എന്നെ അറിയാത്ത ചില വ്യക്തികൾ പറയണേ,
അവർ രാവിലെ ഇത്രയും പ്രശ്നമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവർക്കൊരു ശകരം പോലും ഉളുപ്പുണ്ടോ നോക്കണേ. എന്തിന്? ഞാൻ മോഷ്ടിച്ചാ? എന്നെ റെയ്ഡ് നടത്തി വല്ല ലോഡ്ജിൽ നിന്ന് പിടിച്ചാ? എന്നോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഇതാണാ പറയുക, എന്നെ ക്രിമിനലാ. അപ്പം ഞാൻ അതിന് മറുപടി ആ പറഞ്ഞ ആൾക്ക് അപ്പം തന്നെ കൊടുത്തു. ക്രിമിനലായിട്ട് പല കേസുകളിലും അവർ റണ്ണിങ്ങാണ്. എന്നാ പറഞ്ഞ വ്യക്തികൾ പലരും ഇത് റണ്ണിങ്ങാണ്. എനിക്ക് അവരെ പലരുടെയും കേസുകൾ അറിയാം. എന്ന് പറഞ്ഞാൽ അവരെനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നത് കൊണ്ടല്ല, നമ്മൾ ചാനൽ വഴിയും ടി വി വഴിയും ന്യൂസ് വഴിയൊക്കെ കേട്ടിട്ട്. ഇത് ചാനൽ പിന്നെ ടി വിയിൽ നമുക്ക് പറന്ന് വരികയാണല്ലോ, റേഡിയോ ഒന്നും ഇപ്പോൾ കാണണ്ട, ഫോണിലും ടി വിയിലും വരികയാണ്. അപ്പോൾ എന്നെ പറഞ്ഞ വ്യക്തികൾക്കൊക്കെ കേസുകളൊക്കെ റണ്ണിങ്ങാണ്. ഇവരെന്നെ ക്രിമിനൽ പറയും. ഈ കേരളത്തിൽ ഒരൊറ്റ ആർട്ടിസ്റ്റുകൾ എന്നെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല, ക്രിമിനലെന്ന് പറയില്ല. ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞതുപോലെ സത്യഭാമ ടീച്ചറിനെ അറിയുന്നവർ ആരും പറയില്ല. ഓക്കെ, ശരിയാണ്. ഇനി നമ്മളിതൊന്ന് സൂചിപ്പിച്ച പോലെ 5 മക്കളിൽ ഒരാളാണ് സത്യഭാമ ടീച്ചർ. ഒരു പഴയ കാലത്തിലേക്ക് പൊക്കഴിഞ്ഞാൽ 67-ൻ്റെ ഒരു ചെറുപ്പത്തിലിരിക്കുകയാണ്. നമുക്കത് പഴയ കാലത്തിലേക്ക് പൊക്കഴിഞ്ഞാൽ ഈ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കലാമണ്ഡലത്തിൽ പോയി പഠിച്ച് ഒരു നർത്തകിയായി ഈ വളർന്ന് അല്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത് ടീച്ചറാണ്. ടീച്ചറുടെ ഒരു കലയോടുള്ള സ്നേഹം കലയിൽ നിന്നുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്നത്തെ ഒരു ജീവിത രീതി, ആ ഒരു കഷ്ടപ്പാട് എങ്ങനെയായിരുന്നു? അതെ, ഉടുതുണിക്ക് മറുതുണി ഇല്ലയെന്ന് ഞാൻ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്രയ്ക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരാളല്ലായിരുന്നു. എൻ്റെ അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ട് ദാരിദ്ര്യമൊന്നുമില്ല. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഡാൻസ് കലാമണ്ഡലത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്നുള്ള അവിടെ അർത്ഥം വരുന്നില്ല. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട്, അതായത് ഇന്നിപ്പോൾ കലാമണ്ഡലത്തിൽ ഞാൻ 2 കൊല്ലമായിട്ട് അവിടെ മെമ്പർ ബോർഡിലായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ പോയപ്പോഴും എനിക്ക് അവിടുത്തെ ക്ലാസ്സുകളും രീതികളും കുട്ടികളൊക്കെ ഭയങ്കര രസമായിട്ടാണ് പഠിക്കുന്നത്. ഒരു കഷ്ടപ്പാടൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല രസമായിട്ട് പഠിക്കുന്നു. അവർ പറയുന്നത് ടീച്ചർമാർ അംഗീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അതൊന്നുമല്ല. അയ്യോ, അങ്ങനെ ഒന്നും നമുക്ക് അനുവദനീയമല്ല. ഇന്ന് കലയോടുള്ള സമീപനം മാറി. അത് നമ്മുടെ കളരികളിലും നമ്മുടെ ക്ലാസ്സുകളിലും മാറിയിട്ടുണ്ട്. ഒന്നും പറയാൻ പാടില്ല. ക്ലാസ്സിലൊക്കെ ക്യാമറ വെച്ചിരിക്കുക. ആ ടീച്ചർ ഇനിയിപ്പോൾ എന്നെ ഉറപ്പായിട്ട് പറയുമല്ലോ, ആ ടീച്ചർ എൻ്റെ മോളെ അടിച്ചു, എൻ്റെ മോളെ അത് ചെയ്തു, ക്രിമിനലാണല്ലോ ഞാൻ. ചിലരുടെയൊക്കെ കണ്ടില്ല അവനെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, ഗേറ്റിൽ 2 ഗേറ്റിലും ക്യാമറയുണ്ട്. ഫുള്ള് ക്യാമറ അവിടെ ഇപ്പോൾ. അപ്പോൾ ക്രിമിനലാണെങ്കിൽ എനിക്ക് തെളിയിക്കണമല്ലോ. പോലീസ് അവർ വരുമ്പോഴും കോടതിയിലൊക്കെ കോപ്പിയൊക്കെ എടുത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അത് മാറ്റങ്ങൾ. പക്ഷേ ഇന്ന് എല്ലാവർക്കും കാശ് മതി. കലയോട് ഇഷ്ടമുണ്ടോ, അതിനോട് ആത്മാർത്ഥതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തിരി കുറവ് തന്നെയാണ്. അത് സംശയമൊന്നുമില്ല. എൻ്റെ ക്ലാസ്സിൽ 2 തരം ക്ലാസ്സാണ്. ഇപ്പോൾ ചില കുട്ടികൾ ക്ലാസ് ഇട്ടവരുണ്ട്, എൻ്റെ ശിഷ്യകൾ. ചിലർ ക്ലാസ് ഇടാൻ താല്പര്യം ഇട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന താല്പര്യമുള്ള കുട്ടികളെ ഞാൻ നല്ല ഡീപ്പായിട്ട്, അതായത് ഹൈറിസ്റ്ററി മുതൽ എല്ലാം പഠിപ്പിച്ചു വിടും. അപ്പോൾ അവൾക്ക് ടീച്ചറാവാൻ പറ്റുള്ളൂ. മറ്റത് എന്താണെന്ന് വെച്ചാൽ, ടീച്ചർ മോള് വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലം ആയല്ലോ, സ്റ്റേജ് കയറാറായില്ല, അരങ്ങേറ്റം. അതിനെന്താ, നമുക്ക് അടുത്ത 2 മാസം കഴിയുമ്പോൾ കയറാം, തട്ടിക്കൂട്ടി അങ്ങ് കയറ്റും. ഇതിപ്പോൾ ഐശ്വര്യ, ഇത് ഞാനേ പറയുള്ളൂ, ഒരാളും പറയില്ല. ഇതും ഉള്ളത് പറയണത് പോലെ തന്നെ പറയുന്നത്. അതായത് എന്നാൽ തീരെ മോശമായിട്ട് കളിക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ 3 ഐറ്റം ആയിക്കഴിഞ്ഞാൽ ഞാൻ 2 ഐറ്റം കുട്ടികളെ ഞങ്ങൾക്ക് കയറ്റും. അവരങ്ങനെ എന്നെ പോലെ സ്ഥാപനം ഇടാനോ എന്നെ പോലെ ഡാൻസ് ടീച്ചർ ആവാനല്ല പഠിക്കുന്നത്. അവർക്ക് അത്യാവശ്യം പഠിക്കണം, സ്റ്റേജിൽ കയറണം, ഒന്ന് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഒന്ന് കാണണം. അങ്ങനെ ഇഷ്ടപ്പെടുന്ന പാരൻസും കുട്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കലോത്സവത്തിന് ഗ്രേസ് മാർക്ക്, പിന്നെ കലോത്സവത്തിന് പോയി കഴിഞ്ഞാൽ സമ്മാനം കിട്ടണം. പിന്നെ ഈ കൊല്ലം കിട്ടിയില്ലെങ്കിൽ അടുത്ത കൊല്ലം കൂടെ പോകാമെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ കുറേ കുട്ടികൾ അങ്ങനെ പഠിക്കുന്നുണ്ട്. എന്നാൽ ഭയങ്കരമായിട്ട് പ്രോഗ്രാം ചെയ്ത് ഡോക്ടേഴ്സ്, എൻജിനീയർ, വക്കീലുമാരൊക്കെ ഉണ്ട്. ഇത്തിരി ഏജ് ആയിട്ടുള്ള 30, 35, 40 വയസ്സായ അവരൊക്കെ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ്, പ്രോഗ്രാം ചെയ്യാനായിട്ട്. അപ്പോൾ 2 തരം ക്ലാസ് എടുത്താലേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ഒരു തരം ഞാൻ തട്ടടവ് 8ഉം 10ഒക്കെ ഉണ്ട്. തട്ടടവല്ല ഫസ്റ്റ് വരുന്നത്. ഇതിൽ ഒരു 3 വരെയൊക്കെ ഞാൻ പഠിപ്പിക്കുള്ളൂ. ആ 3ാമത്തെ നല്ല സ്പീഡായ ഈ 8ഉം സ്പീഡിൽ കളിക്കാൻ ബുദ്ധിമുട്ടില്ല. അതിനെ ഈ ഡാൻസിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഡാൻസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും. അതായത് 3 തത്തത്തേ 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 എന്ന് ഈ സ്പീഡ് 3 ഒരു കാലിൽ വരികയാണെങ്കിൽ
തൈ തൈ തത്ത തൈ 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 തത്ത തൈ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോഴും തൈ തൈ വന്നു, തത്ത തൈ വന്നു. ആ തത്ത തൈ അപ്പോഴും അത് സ്പീഡിൽ വന്നാൽ മതി. പിന്നെ തൈ 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 തത്ത തൈ 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 തത്ത തൈ, അപ്പോഴും തത്ത തൈയാണ് 7 വരുന്നത്. മനസ്സിലായോ? തൈ തത്ത തൈ തൈ തത്ത തൈ 8 വന്നു. മനസ്സിലായോ പറഞ്ഞു? അപ്പോൾ ഈ തത്ത തൈ സ്പീഡ് വന്നാൽ ബാക്കിയൊക്കെ അങ്ങോട്ട് പൊക്കോളില്ലേ? അപ്പോൾ അത് മതി താൽക്കാലികമായിട്ട് പഠിക്കണവർക്ക്. ഓ മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പണ്ട് അത് ടീച്ചറിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഡാൻസ് അങ്ങനെ സ്നേഹിച്ച് ഡാൻസിനെ ഇങ്ങനെ കൂടെ കൂട്ടി ഇപ്പോഴും ഒരു ഉപജീവന മാർഗമായി അല്ലെങ്കിൽ ഇഷ്ടത്തോടെ കുട്ടികളെ പഠിപ്പിച്ച് കളിക്കുന്ന ഒരാളാണ്. നമ്മളിതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു നയം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ സർക്കാർ മാത്രമല്ല, മാറി മാറി വരുന്ന സർക്കാരുകൾ ഇപ്പോൾ ഓരോ പ്രോഗ്രാംസിനൊക്കെ ഇതുപോലെ ഡാൻസ് കളിക്കാൻ പരിപാടി അവതരിപ്പിക്കാനൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ സൗജന്യമായി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു പൈസ ചോദിച്ചു. ശരിക്കും പൈസ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കലയാണ്, അപ്പോൾ അതിന് പൈസ ചോദിക്കുന്നത് തെറ്റാണോ? അതെങ്ങനെ തെറ്റാവുന്നേ? ഇപ്പോൾ ഒരു വിവാദം നടന്നില്ലേ? ഏതോ ഒരു സിനിമാ നടി പൈസ ചോദിച്ചു, അത് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനിടയ്ക്ക് ഞാനും പോയി സംസാരിച്ചാണ് ഒരു ചാനലിൽ. അപ്പോൾ അതൊരിക്കലും ആ ചോദിച്ച ആളെ ഏത് നടിയായാലും നടനായാലും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ചാർജാണത്. ഇപ്പം ഐശ്വര്യ ഞങ്ങളെ സ്ഥാനത്ത് നിൽക്കുന്നത് ചാർജ് പറഞ്ഞാൽ ഒരു ചാർജല്ലേ അത്. ഞാനൊരു ചാർജ് പറഞ്ഞാൽ അത് ചാർജാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? തമ്മിലൊന്ന് അവരെയൊന്ന് വിളിക്കുക, നമുക്കൊന്ന് സംസാരിക്കാം. ഇത്തിരി കുറയ്ക്കാനായിട്ട് ആരായാലും കുറയ്ക്കും ഇല്ലേ? ആ നടിക്കായാലും നടനായാലും പിന്നീട് ഇനി ഗവൺമെൻറ്റായിട്ട് ടൈപ്പ് വേണമല്ലോ. അപ്പോൾ കുറയ്ക്കും, ഉറപ്പായിട്ട് കുറച്ചേനെ. അത് പരസ്യമായിട്ട് പറയുന്നതല്ലല്ലോ കാര്യം. അതല്ല, ഒരു ആർട്ടിസ്റ്റിന് ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ അവരുടെ ചാർജാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ടൂറിസം ഒക്കെയാണ് ഇപ്പോൾ പ്രോഗ്രാം നടത്തുന്നത്. ഓണാഘോഷമല്ല, അല്ലാതെ ഒരു പരിപാടിയില്ല. ഓണാഘോഷം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഞാൻ കമ്മിറ്റിയിലിരുന്നപ്പോൾ ഒരു പാർട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 10,000 രൂപയാണ്. ഈ 10,000 രൂപ ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്, 10,000 രൂപ കൊണ്ട് ഒന്നും നടക്കില്ല. ഓർക്കസ്ട്ര വെച്ച് കളിക്കുകയാണ്. CD ആണെങ്കിൽ തന്നെ ഈ CD പിടിക്കണമെങ്കിൽ സ്റ്റുഡിയോയിൽ പോകണ്ടേ? ഈ പാട്ട് ഓർക്കസ്ട്രക്കാരെയൊക്കെ കൊണ്ട് സ്റ്റുഡിയോ പോകണം. അവിടെ അത് വെറുതെ ചെയ്തു തരുമോ സ്റ്റുഡിയോയിൽ? അപ്പോഴും ചിലവ് തന്നെയാണ്. അപ്പോൾ ലൈവ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് ഇപ്പോൾ കോടതി മുഖാന്തരം CD ആക്കിയിരിക്കുന്നതാണ്. ഇപ്പം മത്സരങ്ങളും പ്രോഗ്രാം എല്ലാം. അപ്പോൾ ഒരിക്കലും ഈ പാരൻസിനും കുട്ടികൾക്കും ഉൾപ്പെടെ ലൈവ് ചെയ്യണം. എൻ്റെ സ്ഥാപനത്തിൽ കുട്ടികൾ പറയും, ടീച്ചറെ ലൈവാണ് രസം. അതിനെന്താണെന്ന് ഐശ്വര്യ, അതെന്ന് പറഞ്ഞാൽ ലൈവ് എന്ന് പറഞ്ഞ സാധനം തരാം, അതൊന്നും CD കിട്ടില്ല. വിവരമുള്ള ഞാൻ ഇത്തിരി പാടുന്നതുകൊണ്ട് എനിക്കറിയാം. നമ്മളൊരു സാഹിത്യം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. രമണീ മണീശയനേ തവരതീലാലസ ഹൃദയ സമയം. അതായത് ഭാര്യ അല്ലെങ്കിൽ കാമുകി ആരായിരുന്നാലും ബെഡ്റൂം ഒരുക്കണം കാമുകനെ കാത്ത്. ഭർത്താവിനെ പഴയ ഭർത്താവല്ല, പുതുമോടി ഹണിമൂണൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ലെവലിലുള്ള ഒരു ഭർത്താവിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു നായിക. അപ്പോൾ രമണീ മണി ശയന എന്ന് പറയുമ്പോൾ ആ ബെഡ് ഒരുക്കുന്നതാണ്. എന്നിട്ട് അവൾ പിന്നെ പറയുകയാണേ, അദ്ദേഹത്തിനെ കാണാനില്ല. സമയം ബഹുഭാതയ സഖീ സമയം. ആ ഒരു ഇപ്പം ഇരുന്നിങ്ങനെ പാടുമ്പോൾ അത്ര കിട്ടില്ല. ആ ഒരു ഫീലുണ്ട് അവിടെ. എത്രയോ സമയമായി, ഇനി അതെല്ലാം എല്ലാം തീർന്നു, അവസാനിച്ചു, ഇങ്ങനെയൊക്കെ പാടി ഫീല് വരുന്നത് ലൈവ് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ കുട്ടികൾക്ക്. നല്ല നല്ല മോഹിനിയാട്ട ഐറ്റങ്ങൾ, അല്ലെങ്കിൽ ചിന്ന ചിന്ന പദം വൈത്ത് കണ്ണ കൊച്ചു കൃഷ്ണനാണ്. വാ എന്ന തപം ചെയ്തനെ യശോദ എന്ന തപം ചെയ്തനെ യശോദ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവിടെ ഒരു ഫീലുണ്ട്. മനസ്സിലായി? നീ എന്ത് തപസ് ചെയ്തിട്ടാ നിന്നെ കൃഷ്ണൻ അമ്മ എന്ന് വിളിക്കുന്നത്? നമ്മളൊക്കെ കൊതിച്ചിങ്ങനെ ഭഗവാനെ കാണാൻ കൊതിച്ച്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി. ഈ മീനിങ് അതാണ്. യഥാർത്ഥത്തിൽ യശോദയല്ലല്ലോ അമ്മ. നീ എന്ത് തപസ് ചെയ്തിട്ടാ നിന്നെ, അതാണ് ആ പാട്ടിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫീൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇപ്പോൾ മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിൽ കുച്ചിപ്പുടി എല്ലാത്തിലും, എല്ലാ ഐറ്റത്തിനല്ല, ചില ഐറ്റം മോഹിനിയാട്ടത്തിലെ ഈ നല്ല പദങ്ങളും വർണ്ണങ്ങളിലൊക്കെയാണ് ആ ഫീല് വരുന്നത്.
അപ്പോൾ ലൈവ് ചെയ്യുമ്പോണ്ടല്ലോ നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി പറയും ടീച്ചർ ഒരു സുഖമില്ല കേട്ടോ അയാളെ പാട്ട് നമുക്ക് അഭിനയിക്കാനേ പറ്റില്ല എന്ന് പറയും. അത് വളരെ സത്യമാണ്. നമുക്കത് ആ ഫീല് ശരിക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നിട്ട് ഇത് അതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ, ഈ 10,000 എന്ന് പറഞ്ഞില്ലേ ഇവർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നത്. എന്നിട്ട് ആ കമ്മിറ്റിയിൽ ഞാൻ ചോദിച്ചു ഇങ്ങനെ 10,000 കുറവാണ്, അത് ആർട്ടിസ്റ്റുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും, അവർ കൈ നീട്ട് കളിക്കട്ടെ, ബാക്കി അവർക്ക് വേദി വേണമെങ്കിൽ മതി എന്ന് പറയണേ. പക്ഷെ അത് ഭയങ്കര ഒരു കഷ്ടമാണ് അത്. അപ്പോൾ എങ്ങനെ കളിക്കും കുട്ടികളെ കൊണ്ട് നമ്മൾ കളിപ്പിക്കുന്ന ഓർക്കസ്ട്രക്കാരെയൊക്കെ കൊണ്ട് അവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ. ഈ 10,000 കൊണ്ട് കഷ്ടി മുഷ്ടി ഇടേ ഇത്രയേ ഉള്ളൂ കേട്ടോ പൈസ എന്ന് പറഞ്ഞിട്ട് കഷ്ടി മുഷ്ടി 2 പേരൊക്കെ കൊടുക്കാന്നേ ഉള്ളൂ 10,000. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് നല്ല പൈസയാണ് ഇപ്പോൾ. ഒരാൾക്ക് നമ്മളൊരു 10 കുട്ടികൾ കളിക്കണമെങ്കിൽ ഒരാൾക്ക് 1,500 രൂപ വെച്ചാൽ മേടിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ തന്നെ തീരുമാനിച്ചതാണ് ടീച്ചറിനെ കൊണ്ട് പാടിക്കണം എന്നുള്ളത്. കാരണം ഒരാൾ ചോദിക്കുകയുണ്ടായി, ഈ വിവാദങ്ങൾ നടക്കുമ്പോൾ ഈ സമയങ്ങളിൽ ചോദിക്കുകയുണ്ടായി ടീച്ചറിന് എന്ത് വാല്യൂ ആണുള്ളതെന്ന് ചോദിക്കുകയുണ്ടായി. ടീച്ചർ പറഞ്ഞു എൻ്റെ വാല്യൂ നീയാണ് നടക്കുന്നത്, ഞാൻ ഡാൻസ് കളിക്കും, ഞാൻ പാടും, എന്നാ ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു. ഇല്ല പറ്റില്ല അങ്ങനെ പറഞ്ഞു പാടി. അപ്പോൾ നമ്മൾ പാടും എന്ന് പറയുമ്പോൾ ശരി അതുള്ളിലുണ്ട്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ടീച്ചറിനെ കൊണ്ട് പാടിക്കണം. അത്ര വളരെ കോൺഫിഡൻറ്റോടുകൂടി പറഞ്ഞ ആളാണ് പാടും എന്നുള്ളത്. ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് ഞങ്ങൾക്ക് അവിടെ കുടുംബ പാരമ്പര്യം പാട്ടുണ്ട്. അച്ഛൻ നന്നായിട്ട് പാടും, സഹോദരങ്ങളൊക്കെ പാടും. അമ്മ തിരുവാതിര ടീച്ചർ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. അമ്മ വലിയ ഗംഭീര പാട്ടല്ല, പക്ഷേ തിരുവാതിരയുടെ പാട്ടൊക്കെ പാടും, നന്നായിട്ട് പാടും. അങ്ങനെയാണ്. പിന്നെ കലാമണ്ഡലത്തിൽ ഞങ്ങൾക്ക് സബ്ബാണ്, പാട്ട് പഠിച്ചേ പറ്റൂ. അപ്പോൾ ബേസ് അച്ഛൻ്റെ പാട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പാട്ടുള്ളതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പ്രശ്നം. പിന്നെ ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് ഒരുപാട് പാട്ട് കേൾക്കണ കൂട്ടത്തില്ല ഞാൻ ഇപ്പോഴും. രാവിലെ എഴുന്നേറ്റ പാട്ട് കേൾക്കല മെയിനായിട്ട്. ഇഷ്ടമുള്ള ഗായകൻ ആരാണ് അല്ലെ ഗായിക? അതൊന്നും ഞാൻ പറയില്ലേ, അടുത്ത വിവാദം. നമ്മുടെ ഇഷ്ടങ്ങളല്ലേ നമുക്കൊരു ഗായകൻ ഗായിക ഇഷ്ടം. ഒരിക്കലും ഞാൻ പറയില്ല. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ആരൊക്കെയാണ്. ആക്ച്വലി വലിയ ഫേമസ് ആയിട്ടുള്ളവരൊന്നും എനിക്കിഷ്ടമല്ല. അല്ല, എനിക്കെന്നാൽ ചിലരെയൊക്കെ ഞാൻ അളന്ന് തൂക്കി വെച്ചിട്ടുണ്ട്, അതെൻ്റെ മനസ്സിലുണ്ട്. ഇഷ്ടമുള്ള പാട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം. സിനിമാ പാട്ടുകളാണെങ്കിൽ ഏറ്റവും പഴയതാണ് ഇഷ്ടം. പെട്ടെന്ന് പാടാൻ അല്ലെങ്കിൽ പാടാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് ഏതാണ്? അങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്നലെ മയങ്ങുമ്പോ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു, പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. അതിന് ബുക്ക് എടുത്ത് വെച്ച് എഴുതി പഠിക്കും. ലൈവായിരുന്നു അറിയായിരുന്നു ഈ പറയുന്നതൊക്കെ ലൈവായി ജനങ്ങൾ കാണുകയാണ് എന്നറിയായിരുന്നു. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വലിയ പൊട്ട് വെക്കുന്നത് ടീച്ചറിന്റെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കി ടീച്ചറിന്റെ ഒരു ഫേവറേറ്റ് കളർ ഏതാണ്? കറുപ്പ് എടുത്തു കഴിഞ്ഞാലും നല്ലൊരു കളറല്ലേ? ആര് പറഞ്ഞില്ലാന്ന്? എന്നെ കളിയാക്കാണ്. അല്ല, ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തത് തെറ്റായി പോയിന്ന് എപ്പോഴെങ്കിലും തോന്നി? അതുണ്ട്, അതിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു നിലപാട് ഭയങ്കരമായിട്ട് വലിയൊരു കുഴിയിൽ ചെന്ന് ചാടിയതുപോലെ തോന്നുന്നുണ്ട്. വേണ്ടായിരുന്നു. അത് ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല.